സ്വതന്ത്രനായി മത്സരിക്കാൻ എൽദോസ് കുന്നപ്പള്ളി തീരുമാനിക്കുകയാണ്. 60 ദിവസം ജയിലിൽ കിടന്നവർക്ക് സീറ്റ് നൽകിയതും താൻ ജയിലിൽ കിടന്നിട്ടില്ല എന്നുമാണ് എൽദോസ് കുന്നപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. പെരുമ്പാറിലെ വീട്ടിലെത്തി അടുത്ത വൃത്തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഈ തീരുമാനമൊക്കെ എടുക്കുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, മുള്ളും മുനയും വെച്ചുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് സീറ്റില്ലെങ്കിൽ പുറത്തേക്ക് സ്വതന്ത്രമായി മത്സരിക്കും എന്ന ഭീഷണിയാണോ എൽദോസ് കുന്നപ്പള്ളി ഉയർത്തുന്നത്? എൽദോസ് കുന്നപ്പള്ളിയുടെ ആ ഭീഷണിയൊക്കെ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. എന്താണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം? സ്മൃതി, ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ പരിശോധിക്കുകയാണെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂർ സീറ്റ് ലഭിക്കില്ല എന്ന് തന്നെ സൂചനകളാണ് പുറത്തു വരുന്നത്. മനോജ് മുത്തടഞ്ഞ് പെരുമ്പാവൂരിൽ മുൻഗണന ലഭിക്കുന്നുവെന്ന കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് എയർപോർട്ടിൽ നിന്നും നേരെ പെരുമ്പാവൂരിലെ വീട്ടിലെത്തി അടുത്ത വൃത്തങ്ങളുമായി ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചർച്ചയിലാണ് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എൽദോസ് കുന്നപ്പള്ളി എത്തിയിരിക്കുന്നത്. പെരുമ്പാവൂരിൽ സ്വതന്ത്രനായി മത്സരിക്കും. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി താൻ ഇവിടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് എൽദോസ് കുന്നപ്പള്ളി പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സീറ്റ് തനിക്ക് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചില അടുത്ത അനുയായികൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇല്ല, അത് ഈ പെരുമ്പാവൂർ നിയോജകത്തിലെ മുതിർന്ന നേതാക്കന്മാരുമായി ആലോചിച്ച് കഴിഞ്ഞ 10 വർഷം ഈ നിയോജകമണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ കേരളത്തിനാകെ മാതൃകയായി പ്രവർത്തിച്ച ഒരു MLA ആണ് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി MLA. ഈ MLAയെ സംബന്ധിച്ച് ഇവിടെ നിലവിലുള്ള MLAമാർക്കെല്ലാം സീറ്റ് നൽകാനുള്ള ധാരണയുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ദിവസം മുതൽ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. പാർട്ടി നേതൃത്വം ഇത് ഗൗരവമായി എടുക്കാതെ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലെ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളെ വിശ്വാസത്തിലെടുക്കാതെ ആണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നതെങ്കിൽ അത് ഈ പെരുമ്പാവൂരിലെ രാഷ്ട്രീയ പാരമ്പര്യം, കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്താണെന്ന് അറിയാവുന്ന നേതാക്കന്മാർക്കറിയാം. അതനുസരിച്ച് നമുക്ക് തീരുമാനങ്ങളുമായി സ്വതന്ത്രനായി മത്സരിക്കും. ഇല്ല, അതെല്ലാം ഇവിടുത്തെ പാർട്ടി നേതൃത്വം ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ കൂടിയും മുതിർന്ന നേതാക്കന്മാർ കൂടിയാണ് അത്തരത്തിലുള്ള ആലോചനയും തീരുമാനവും ഉണ്ടാകേണ്ടത്. എൽദോസ് കുന്നപ്പള്ളിയുടെ അനുയായികളുടെ പ്രതികരണമാണ്. തനിക്ക് സഭയുടെ പിന്തുണയുണ്ട് എന്ന വാദമൊക്കെയാണ് നേരത്തെ എൽദോസ് കുന്നപ്പള്ളി ഉയർത്തിയിരുന്ന. സഭ അത് നിഷേധിച്ചുകൊണ്ട് പ്രതികരണം നടത്തിയിരിക്കുകയാണ്. ഏതായാലും സ്വതന്ത്രനാവും തനിക്ക് സീറ്റില്ലെങ്കിൽ എന്നാണ് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി പറയുന്നത്.